പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് LDF വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി TA മധുസൂദനാണ് ഹർജി നൽകിയിരിക്കുന്നത്. ബിന്നിൽ ജനവിധിയിൽ എന്ത് പാകപ്പിഴ ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയുന്നതും ഹർജിയുമായി എത്തുന്നതും. ബിനിൽ, LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന തോൽവി പയ്യന്നൂരിലേതാണ്. അതുകൊണ്ട് തന്നെ ആ പയ്യന്നൂരിലെ ജനവിധി ചോദ്യം ചെയ്ത് ഇപ്പോൾ CPM എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TA മധുസൂദനാണ് വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. തനിക്കെതിരെയുള്ള വിജയം വ്യാജ പ്രചാരണത്തിലൂടെ നേടിയെടുത്തതാണ് എന്നതാണ് TA മധുസൂദനന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായിട്ടുള്ളത്. എന്തായാലും ആ തെരഞ്ഞെടുപ്പ് ഹർജി ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതി അതിൽ ആദ്യം പ്രഥമദൃഷ്ട്യ ഇതിൽ കഴമ്പുണ്ടോ എന്നത് പരിശോധിക്കും. അതിനുശേഷം മാത്രമേ ഈ ഹർജി ഫയൽ സ്വീകരിച്ച് വിശദമായ വാദത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്നതിൽ തീരുമാനമെടുക്കുകയുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഒരു ജനവിധി അത് ശരിയായ രീതിയിലല്ല, കറപ്റ്റ് പ്രാക്ടീസിലൂടെയാണ് എന്ന ആരോപണവുമായി കോടതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു വാദങ്ങൾ തന്നെയായിരിക്കും. എന്തായാലും വ്യാജ പ്രചാരണങ്ങൾ നടത്തിയതിന് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ തെളിവുകൾ എന്നത് ആ ഹർജിയുടെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അടുത്തയാഴ്ച ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യും. എന്തായാലും ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത് വ്യാജ പ്രചാരണത്തിലൂടെയാണ് തനിക്കെതിരായ സ്ഥാനാർത്ഥി, തന്റെ എതിർ സ്ഥാനാർത്ഥിയായ കുഞ്ഞികൃഷ്ണൻ വിജയിച്ചിരിക്കുന്നത് എന്നതാണ് TA മധുസൂദന്റെ ആരോപണം. ആ വാദവുമായിട്ടാണ് തെരഞ്ഞെടുപ്പിലെ കറപ്റ്റ് പ്രാക്ടീസ് ആരോപിച്ചുകൊണ്ടാണ് TA മധുസൂദൻ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്.